നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മമ്മിക്ക് മംഗലശ്ശേരിക്കാരോട് പ്രതികാരം ചെയ്യണോ? ആയിക്കോ, ഞാൻ അതിനൊരു തടസ്സമാവില്ല. ആ തറവാട് മുടിച്ചാ പോലും മമ്മിക്കെതിരെ ഞാൻ വരില്ല. പക്ഷേ സഞ്ജുവിനെ തൊടാൻ മമ്മിയെ ഞാൻ അനുവദിക്കില്ല. അവൻ നിന്നെ സ്വീകരിക്കുന്ന എന്തുറപ്പാ നിനക്കുള്ളത്? നാണമുണ്ടോ വിവാഹ നിശ്ചയം കഴിഞ്ഞവന്റെ പിന്നാലെ നടക്കാൻ? അവന്റെ പെണ്ണ് ആ വീട്ടിലുണ്ട്. അങ്ങനൊരു ബോധമെങ്കിലും നിനക്കുണ്ടോ? ആ വിവാഹം നടന്നിട്ട് വേണ്ടേ? അവൾക്ക് തന്നെ ഞാനത് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവരാരും അവളോട് പറയാതിരുന്ന സത്യം ഇപ്പൊ സ്വാതിക്കറിയാം. ഞാൻ ഇവിടെ നിൽക്കാനുള്ള കാരണം അത് തന്നെയാ. മംഗലശ്ശേരിക്കാർ ഇരുട്ടിൽ തപ്പുന്ന ആ ശത്രു മമ്മിയാണെന്നും എനിക്കറിയാം. സ്വാതിക്ക് ഈ വിധി സമ്മാനിച്ചതും മമ്മി തന്നെ. അതൊക്കെ മമ്മിയുടെ കണക്ക് തീർക്കലായി കാണാനും എനിക്ക് കഴിയും. പക്ഷേ സഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചു പോയാ മമ്മിയെ എനിക്ക് ശത്രുവായിട്ട് കാണേണ്ടി വരും. മോക്കിപ്പോ കാര്യങ്ങൾ ബോധ്യമായില്ലേ? അവക്കിപ്പോ സഞ്ജുവിന് മാത്രം മതി. അവിടെ ആരൊക്കെ വീണാലും അവക്കൊരു പ്രശ്നമല്ല. സത്യത്തിൽ മമ്മിയുടെ മനസ്സ് കണ്ടാ അവളിപ്പോ ചിന്തിക്കുന്നത്. നമ്പിശൻ എന്താ പറയുന്നത്? കൊന്നു കളയുമ്പോ കിട്ടുന്ന പകയേക്കാൾ വലുതാ കൊല്ലാക്കൊല ചെയ്യുമ്പോ കിട്ടുന്ന സുഖം. സ്വാതിയുടെ കാര്യത്തിൽ അവരത് അനുഭവിക്കുന്നുണ്ട്. ജീവിതാവസാനം വരെ അവരെ അത് വേട്ടയാടണം. നമ്പിശൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറയേ. ഇതിനെ മോള് ചരിത്ര നിയമമായിട്ട് കരുതണം. മാണിക്യമംഗലത്തെ പേരക്കുട്ടി മംഗലശ്ശേരിയിലെ മരുമകളായിട്ട് ചെന്ന് കയറണം. ശരിക്കും പക തീർക്കേണ്ടത് അങ്ങനെയാ. അവരാഗ്രഹിച്ചത് മുറപ്പെണ്ണിനെ കൊണ്ട് സഞ്ജുവിനെ കെട്ടിക്കാനാ. ആ കുട്ടിയെ അരയ്ക്ക് കീഴ്പോട്ട് താഴ്ത്തിയിട്ടാ നമ്മൾ ഈ കളി ജയിക്കാൻ പോകുന്നത്. സഞ്ജുവിനെ വെച്ചുള്ള കളികള് എന്തായിരിക്കണമെന്ന് മോക്ക് ഞാൻ പറഞ്ഞു തരണോ? മോക്ക് മംഗലശ്ശേരിക്കാരോടുള്ള പകയൊന്നും ചന്ദ്രവർമ്മയ്ക്ക് അറിയില്ല. മകള് ചന്ദ്രവർമ്മയ്ക്ക് വീക്ക്നെസ് ആണെന്ന് അറിയാലോ. സഞ്ജന ഡാഡിയോട് ഈ ആഗ്രഹം പറഞ്ഞ കിടന്ന കിടപ്പിൽ ചന്ദ്രവർമ്മ ആളെ വിട്ട് സഞ്ജു ആരാണെന്ന് അന്വേഷിക്കും. സഞ്ജുവിന് മികച്ച ബിസിനസ്സുകാരന്റെ അവാർഡ് കിട്ടിയ വാർത്ത എല്ലാ ബിസിനസ് ജേണലുകളും പുറത്തുവിട്ടിട്ടുള്ളതാണ്. ചന്ദ്രവർമ്മയ്ക്ക് പിന്നെ നോക്കാനൊന്നുമില്ല. മോള് ഒറ്റപ്പെട്ടു പോവും. മോള് ഈ വിഷയം ഗൗരവത്തോടെ ആലോചിക്കും. മംഗലശ്ശേരിയിൽ മരുമകളായിട്ട് ചെന്ന് കയറേണ്ടത് നമ്മളെ കുട്ടിയാകണം. പിന്നെയുള്ള കടന്നു കയറ്റം മോളുടേതാകും. സഞ്ജുവിൻ്റെ ആ രഹസ്യ വിവാഹ കഥ ഇനി ഒരാൾ പോലും അറിയാൻ പാടില്ല. അത് അവനെ നമുക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള വജ്രായുധമായിട്ട് കരുതണം. ഇതാണ് മോളെ ശരിക്കുമുള്ള പകവീട്. ഞാൻ മേഡത്തെ കാണാൻ വന്നിരുന്നു, പക്ഷെ എന്നെ അകത്തേക്ക് വിട്ടില്ല. മേഡത്തിന്റെ ഇളയമ്മയുടെ വിവരം പറഞ്ഞു. എന്ത് വിവരം? ഏയ്, കേസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. മേഡത്തിനോട് ഞാൻ വന്ന വിവരം അറിയിക്കാൻ പറഞ്ഞു. ഞാനിപ്പോ സുഖമില്ലാതിരിക്കാണ്. നിങ്ങളോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും വിളിക്കണേ? അല്ല, അന്വേഷണം പൂർത്തിയായ സ്ഥിതിക്ക് ഞാൻ അറിഞ്ഞ വിവരങ്ങള് ഫോണിലൂടെയെങ്കിലും മേഡത്തിനെ അറിയിക്കേണ്ടതല്ലേ? നിങ്ങൾ പറയൂ. ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ പറയൂ. നിങ്ങളെ വിവാഹം കഴിക്കാനിരുന്ന സഞ്ജയ് പണിക്കരാണ് അമ്മു എന്ന കള്ളപ്പേരിൽ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയുടെ ഭർത്താവ്. അവര് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. എനിക്ക് എല്ലാ തെളിവുകളും ലഭിച്ചു. വിവാഹ ക്ഷണകത്തില് രണ്ടുപേരുടെയും ഫോട്ടോയും ഉണ്ട്. അതെന്റെ കയ്യിലുണ്ട് മാഡം. കേസ് ഫയല് മാഡത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മാഡത്തിനത് പ്രയോജനപ്പെടും. എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല.
എനിക്ക് അതേപ്പറ്റി സംശയങ്ങളുണ്ടായിരുന്നു. അത് സത്യമാണെന്നറിയാനാ നിങ്ങളുടെ സഹായം തേടിയത്. അപ്പോ മാഡത്തിന് സംശയം ഉണ്ടായിരുന്നല്ലേ? അത് ശരിയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ജോലി കഴിഞ്ഞു. ബാക്കി തുക എത്രയാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തരാം. താങ്ക് യു മാഡം. എനിക്ക് 1 ലക്ഷം രൂപയുടെ മാഡം തരണം. അത് നമ്മൾ പറഞ്ഞുറപ്പിച്ചതാ. എന്താ ശരിയല്ലേ മാഡം? ആ പണം ഞാൻ ഇട്ട് തരാം. ഈ നമ്പറിൽ സെൻഡ് ചെയ്താൽ മതി. നിങ്ങള് ശേഖരിച്ച മുഴുവൻ തെളിവുകളും എനിക്ക് വേണം. അത് വാങ്ങാൻ എന്റെ ഒരാള് നിങ്ങളെ കാണാൻ വരും. അയാളുടെ കൈവശം സീൽ ചെയ്ത് കൊടുക്കണം. വരുന്നയാളുടെ പേര് ദിനേശൻ എന്നാ. ഓക്കെ മാഡം, വിളിച്ചു പറഞ്ഞാൽ മതി. താങ്ക് യു മാഡം. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ പേര് മറക്കരുതേ. ശരി. കൊള്ളാമോ? നീ തകർത്തു. ഒരു കാര്യം ചെയ്യ്, ആ നമ്പർ ചെയ്ത ഞാൻ അയാളെ വിളിച്ച് അയാൾ കണ്ടെത്തിയ തെളിവുകൾ തിരികെ വാങ്ങാം. എന്തായാലും മനസ്സിൽ വീണ തീ ഇപ്പോഴാ ഒന്ന് അണഞ്ഞത്. ദിനേശേട്ടൻ എത്രയും വേഗം അത് വാങ്ങി നശിപ്പിക്കാൻ നോക്ക്. രണ്ടാമത് ജയിച്ചെന്നാ അവനോട് കരുതുന്നത്. വിഡ്ഢികൾ. എനിക്ക് ലാഭം 1 ലക്ഷം. സഞ്ജയ് പണിക്കരെ, നീ എൻ്റെ ചൂണ്ടയിൽ കൊത്തുമെന്ന് അറിഞ്ഞ എന്നാ ഞാൻ വിളിച്ചത്. ഒരു തവണ സംസാരിച്ചാൽ മതി, ആ ആളിൻ്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാൻ. ഇത് അമ്മ ലക്ഷ്മി തന്നെ. വെറുതെ അല്ല ഞാൻ ഡിറ്റക്റ്റീവ് പണി ചെയ്യുന്നത്. കാത്തിരുന്നോ, ഇതിനേക്കാളും വലിയ മിസൈല് ഉടൻ വരുന്നുണ്ട്. ഇനി ഈ വിഷയത്തിൽ ആർക്കും ഒരു ടെൻഷനും വേണ്ട. ഇനി ആ ഡിക്റ്റേറ്റീവിനെ കൊണ്ടുള്ള ഉപദ്രവം നമുക്കുണ്ടാവില്ല. അങ്കിൾ അയാളുടെ നമ്പറിലേക്ക് വിളിച്ചൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. അയാൾക്ക് ഒരു സംശയം തോന്നാത്ത വിധം അയാൾ കളക്ട് ചെയ്ത മുഴുവൻ എവിഡൻസും കൈക്കലാക്കണം. അയാൾ ആവശ്യപ്പെട്ട പണം ഉടനെ കൊടുത്ത് ആ ബാധ ഒഴിവാക്കണം. അത് ഞാൻ ഏറ്റുപോലെ. അയാളിനി സ്വാതി അന്വേഷിച്ചു വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം. പുതിയ എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ അതുമായിട്ട് കയറി വരും. കാശ് പിടുങ്ങാൻ കിട്ടിയ അവസരമൊന്നും അയാൾ പാഴാക്കില്ല. രാജേട്ടൻ പറഞ്ഞതിനും കാര്യമുണ്ട്. അയാളെ കണ്ടാലേ അറിയാൻ കുഴപ്പക്കാരനാണെന്ന്. എനിക്കിനി ചേച്ചിന്ന് പറഞ്ഞ് ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല. നിനക്കിനി വിളിക്കേണ്ടി വരില്ലാമോ? സ്വാതിയെ ട്രീറ്റ്മെന്റിനായിട്ട് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ പറഞ്ഞേക്ക്. അങ്ങനെ പറയാം. ഇനി വിവാഹത്തെക്കുറിച്ചുള്ള ഏക തെളിവ് ആ പെൻഡ്രൈവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.